ബോറടിക്കുന്നു, കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. വന്നിട്ട് 1/2 മണിക്കൂർ. ഇപ്പൊ എനിക്കാ ബോറടിക്കുന്നത്. മനസ്സിലുള്ളത് തുറന്നു പറ. ഞാൻ തെറ്റിദ്ധരിക്കില്ല. ഞാൻ തന്നെ പറയണം. നിങ്ങളൊന്നും പറയില്ല. ഇഷ്ടമുണ്ടെങ്കിലും പറയില്ല. ഞാൻ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടാലോ ഒന്നും അറിയാത്ത പോലെ നടക്കും. ഞാൻ ഫോൺ ചെയ്തപ്പോഴേ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് സംസാരിക്കാനാ വിളിച്ചെന്ന്. പക്ഷെ ഒന്നും അറിയാത്ത ബൊമ്മ പോലെ അങ്ങിരിക്കും. ഞാൻ വിചാരിച്ച പോലെയല്ല. സമ്മതിച്ചിരിക്കുന്ന ഒരു ഒന്നാന്തരം കേട് തന്നെയാ നീ. ആരാ അല്ലാത്തെ? ഇപ്പൊ എല്ലാരും അങ്ങനെയാ. പുറത്തൊന്നും അറിയാത്ത മാതിരി. ദേ, നീ, ഞാൻ. ശരി, കാര്യം പറ. ശോ മുരുകാ, എന്റെ ഗതികേട് ആർക്കും വരരുത്. എങ്ങനെ ഞാനെന്ന് പറഞ്ഞു മനസ്സിലാക്കാ? എവിടെ തുടങ്ങണമെന്ന് അറിയില്ലല്ലോ. പറയാം. ആക്ച്വലി എന്റെ ഡ്രീം ബോയിന് വേണ്ട ഒരു ക്വാളിറ്റി പോലും നിനക്കില്ല. എന്താന്നറിയില്ല, എന്റെ മനസ്സിൽ എപ്പോഴും നീ തന്നെയാ. എത്രയോ തവണ ഞാൻ സ്വയം ചോദിച്ചു അവൻ നിനക്ക് ചേരുന്ന ആളാണോ എന്ന്. ഇപ്പൊ ചോദിച്ചാലേ എന്റെ മനസ്സ് പറയുന്നത് അവൻ നിനക്കുള്ളതാണെന്ന്. എനിക്കറിയാം ഞാൻ വിചാരിക്കുന്ന തന്നെയാ നിന്റെ മനസ്സിൽ. പക്ഷേ അത് നീ തന്നെ എന്നോട് പറഞ്ഞ ഐ ഫീൽ ഹാപ്പി. കറക്റ്റ്. എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത്, പക്ഷെ പറഞ്ഞില്ല. കാരണം എനിക്ക് പഠിപ്പില്ല, ജോലിയുമില്ല. എന്നാൽ കാണാൻ കുറച്ച് സുമുഖനാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. എത്ര ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ നിനക്ക് മാച്ചല്ല. നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന എനിക്കിഷ്ടം. അങ്ങനെ നോക്കിയാൽ എന്നെക്കാട്ടി ഒത്തിരി ഗുണങ്ങൾ നിനക്കുണ്ടല്ലോ. നിനക്ക് ഞാനൊരിക്കലും മാച്ചല്ല. എന്തേ? ഞാൻ എത്ര തല്ലിപ്പുള്ളിയാണെന്ന് എനിക്കല്ലേ അറിയൂ. എന്നാലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. കണ്ണടയ്ക്ക്. എന്തിനാ? Just close your eyes. I love
ഒന്നുകൂടെ അവനെ ഫോൺ ചെയ്ത് നോക്കടാ. വിളിക്കേ. അണ്ണാ റിംഗ് പോകുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇങ്ങതാ. എടുക്കടാ. എടാ എടുക്കടാ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ പോക്കിരിയല്ല. ക്രിമിനൽ. ഇനി പറയൂ ഐ ലവ് യു എന്ന്. എന്നാലും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.